ഹിസ്റ്ററിയിൽ നമുക്ക് എന്തൊക്കെയായിരുന്നു പഠിക്കാനുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാം. ഇപ്പോൾ കുറച്ച് ദിവസം ആയില്ലേ ഇതെടുത്തിട്ട്. നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? ഡിസ്റ്റൻസ് ഫോർമുല അല്ലേ? നമ്മൾ ആദ്യം പഠിച്ചത് ഏതായിരുന്നു? ഡിസ്റ്റൻസ് ഫോർമുല ആയിരുന്നു ആദ്യം പഠിച്ചത്. എന്തായിരുന്നു ഡിസ്റ്റൻസ് ഫോർമുല? ഓർമ്മയുണ്ടോ? x2 minus x1 the whole square plus 2y2 minus y1 the whole square. Okay. x1 y1 and x2 y2 എന്ന് പറയുന്നത് these two are two different points on a plane. അല്ലേ? ഒരു പ്ലെയിനിലുള്ള രണ്ട് ഡിഫറെന്റ് പോയിന്റ് ആണ് x1 y1 x2 y2 എങ്കിൽ the distance between this point, that means the length of this line segment joining these 2 points, ഈ രണ്ട് പോയിന്റിനെയും ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ആ ലൈൻ സെഗ്മെന്റിന്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും? അതിന് നമ്മൾ ഉപയോഗിച്ച ഫോർമുലയാണിത്. എന്താണ്? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? വളരെ സിമ്പിൾ ഫോർമുല ആയിരുന്നു. ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x1 മൈനസ് x2 വേണമെങ്കിലും കൊടുക്കാം, x2 മൈനസ് x1 വേണമെങ്കിലും കൊടുക്കാം. ബിക്കോസ് വി ആർ ടേക്കിംഗ് ദ സ്ക്വയർ ഓഫ് ദാറ്റ്. സോ ദ ഡിഫറൻസ് സ്ക്വയർ വരുമ്പോൾ ആ സൈൻ അവിടുത്തെ ഒരു പ്രശ്നമല്ല എന്ന് നമ്മൾ പഠിച്ചു. y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫോർമുല. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെ ഉണ്ടായിരുന്നു? എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്? ഒന്ന് റീകോൾ ചെയ്യാമോ? ഓരോരുത്തരായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയായിരുന്നു? ഈ ഫോർമുലയുടെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെ ഉണ്ടായിരുന്നു? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. അത് നിങ്ങളുടെ അടുത്ത് ഡയറക്റ്റ് ചോദിക്കാം. ഓക്കെ, അതല്ലാതെ ഓക്കെ അതെഴുതാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഫ്രം ഒറിജിൻ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് അല്ലേ? 2 പോയിന്റ്സ് അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിച്ചു. രണ്ടാമത് അതിൻ്റെ ഒരു സബ്സീക്വൻ്റ് ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലായി ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ നമുക്ക് കണ്ടെത്താൻ കഴിയും. സോ ഒറിജിൻ എന്താണെന്ന് നമ്മൾ അറിയണം. ഒറിജിൻ അല്ലേ? 0 0. ഓക്കെ. അടുത്തതോ? അടുത്തത് എന്തായിരുന്നു? വേറെ ഏതാ ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചേ? കൊളീനിയാരിറ്റി ആൾസോ ക്യാൻ ബി പ്രൂവ്ഡ്. കൊളീനിയാരിറ്റി. ഓക്കെ, അതെങ്ങനെയാ കൊളീനിയാരിറ്റി എങ്ങനെ പ്രൂവ് ചെയ്ത? ഇപ്പോൾ നമുക്ക് എ ബി കോമ സി വെർട്ടിസസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു യു ഫൈൻഡ് എ ബി ബി സി ആൻഡ് എ സി. എന്നിട്ട് നമ്മൾ എന്ത് ചെക്ക് ചെയ്തു? വി മസ്റ്റ് ചെക്ക് എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി ആണോ, അല്ലെങ്കിൽ എ ബി പ്ലസ് എ സി ഈസ് ഈക്വൽ ടു എന്താണ് ബി സി ആണോ നോക്കണം. അതല്ലെങ്കിൽ ബി സി പ്ലസ് എ സി ഈക്വൽ ടു എ ബി ആണോ. ഈ ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ ബാധകമാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു പോയിന്റ് മറ്റതിൻ്റെ ഇടയ്ക്കായിരിക്കും. എ ബി എന്ന് പറയുന്നത് ഹോൾ ലെങ്തും അതിനിടയ്ക്കുള്ള പോയിന്റാണ് സി എന്നും, അതല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ ബി സി എന്ന് പറയുന്ന രണ്ട് എൻ പോയിന്റ് അതിനിടയ്ക്കുള്ള പോയിന്റ് എ ആണെന്നും, എ സി എന്ന് പറയുന്ന ഹോൾ ലെങ്ത് അതിനിടയ്ക്കുള്ള പോയിന്റ് ബി ആണെന്നും നമുക്ക് ചിന്തിക്കാം. ഓക്കെ, ഇത് ഒരു ആപ്ലിക്കേഷൻ. പിന്നെ ഏതാ പറഞ്ഞോളൂ. അതൊരു ട്രയാങ്കിൾ ആണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് അല്ലേ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഏതൊക്കെ ടൈപ്പ് ട്രയാങ്കിൾസ് പ്രൂവ് ചെയ്തേ? സ്കേലിയൻ ട്രയാങ്കിൾ അല്ലേ? ഐസോസിലസ്, ഇക്വിലാറ്ററൽ, പിന്നെ ഇക്വിലാറ്ററൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ കണ്ടീഷൻസ് അറിയാം. സ്കേലിയൻ നൺ ഓഫ് ദ സൈഡ്സ് ഈക്വൽ ആണ്, ഇത് 2 സൈഡ്സ് ഈക്വൽ ആണ്, ഇതാണെങ്കിലോ ഓൾ സൈഡ്സ്, ഓൾ ദ 3 സൈഡ്സ്. അടുത്ത ഇനി ഏതാ പഠിപ്പിച്ചേ? പിന്നെ എന്താ ഇതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു? ക്വാഡ്രിലാറ്ററൽസ് അല്ലേ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വാഡ്രിലാറ്ററലിന്റെ പ്രൂഫ്. ഏതൊക്കെയായിരുന്നു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽസ് നമ്മൾ മനസ്സിലാക്കിയത്? സ്ക്വയർ, റോംബസ്, പാരലലോഗ്രാം, റെക്റ്റാങ്കിൾ.
ഇതിൽ ഈ റെക്റ്റാങ്കിളും സ്ക്വയറിനും അല്ലെങ്കിൽ വേണ്ട, ആദ്യം പാരലോഗ്രാം ആണെന്ന് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്തേ? Opposite sides equal. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയാൽ മതി അല്ലേ? ഓക്കെ. റോംബസ് ആണെങ്കിലോ? All sides are equal. ഓൾ സൈഡ്സ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഓൾ സൈഡ്സ് ഈക്വൽ ആകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ആ വെർട്ടീസസ് കൊടുക്കുന്നു, എ ബി സി അല്ലേ, ഡി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? എ ബിയും ബി സിയും സി ഡിയും എ ഡിയും കണ്ടുപിടിക്കുന്നു. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു ഓൾ സൈഡ്സ് ഈക്വൽ ആണോ എന്ന് നോക്കുന്നു അല്ലേ? ദെൻ റെക്റ്റാങ്കിൾ എങ്ങനെ പ്രൂവ് ചെയ്യുക? Opposite sides equal, diagonals are also equal. ഫസ്റ്റ് ഇത് പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യും, ദെൻ ഡയഗണൽസും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? ഡയഗണൽസ് ഈക്വൽ. സ്ക്വയർ ആണെങ്കിലോ? All sides are equal, diagonals are also equal. ആദ്യം ഇത് ഒരു എന്തായിരിക്കണം? റോംബസോ പാരലോഗ്രോ ആണ് അല്ലേ? അല്ലേ? ശരിയല്ലേ? ഒരു റോംബസ് ആണെന്ന് പ്രൂവ് ചെയ്യണം, എന്നിട്ട് ഡയഗണൽസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് വേറെ ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്താ ഉപയോഗിച്ച്? ഒരു പോയിന്റിന്റെ ഇക്വിഡിസ്റ്റന്റ്, ഒരു പോയിന്റിന്റെ അതെ, അതായത് ഇക്വിഡിസ്റ്റന്റ് എന്നുള്ള കോൺസെപ്റ്റ് യൂസ് ചെയ്തു അല്ലേ? 2 points equidistant from a point അല്ലേ? 2 different point അല്ലേ? 2 അല്ലേ? distinct points, distinct points which are equidistant from a fixed point. From a fixed point. ഏതാണ് ആ പോയിന്റ്? അപ്പം അതിനകത്ത് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ 2-3 പോയിന്റ്സ് ഇവിടെ വരുമെന്ന് അർത്ഥം അല്ലേ? ഈ പോയിന്റും ഈ പോയിന്റും ഒ എ ബി. അപ്പം ഇതിലെ പോസിബിലിറ്റി എങ്ങനെ? ഈ 2 കോർഡിനേറ്റ് മിസ്സിങ് ആവാം, അതല്ലെങ്കിലോ ഇതിലെ കോർഡിനേറ്റ് മിസ്സിങ് ആവാം, ഇതിലെ കോർഡിനേറ്റ് മിസ്സിങ്. അപ്പം ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത് ഒ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ ബി സ്ക്വയർ എന്നുള്ള കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യുന്നത് അല്ലേ? അല്ലേ ചെയ്തേ? അപ്പം ഇതിനകത്ത് വേറെയും ചില കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഇങ്ങനെ ഇക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള പോയിന്റുകളുടെ കൂട്ടത്തിന് എന്താ പറയുക? അപ്പൊ അങ്ങനെ നിങ്ങളടുത്ത് ചോദിക്കാം ഈ ക്വസ്റ്റ്യനെ മറ്റൊരു രീതിയിൽ. എങ്ങനെ? ഇതില് ബിയും എയും ആർ 2 points on the circle and O is the center of the circle. എന്നിട്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു കോർഡിനേറ്റിനെ മിസ്സിംഗ് ആക്കിയതിന് ശേഷം നിങ്ങളടുത്ത് പറയും ഫൈൻഡ് ദ കോർഡിനേറ്റ്. അപ്പം ശരിക്കും കോൺസെപ്റ്റ് ചെയ്യുന്നത് എങ്ങനെ ഇപ്പൊ പറയുന്നത്? ഇപ്പൊ ഒയും എയും ബിയും തന്നിട്ടുണ്ട്. They are not given as equidistant, but instead of that, this A and B are actually on a circle. എന്നാ പറഞ്ഞിരിക്കുന്നത്? A and B are on a circle. See, A and B are on a circle എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം, what it means? എയും ബിയും സർക്കിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഇക്വിഡിസ്റ്റന്റ് ആണ്. ഒ എയും ഒ ബിയും ഈക്വൽ ആണ്. അപ്പൊ അത് ഇൻഡയറക്റ്റ്ലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അത് ഒ എയും ഒ ബിയും ഈക്വൽ ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ. ഇതല്ലാതെ ഇനി വേറെ ഏതെങ്കിലും ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യാമായിരുന്നോ? മറ്റേതെങ്കിലും ടൈപ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോടെ ഇതിനകത്ത് ഡിസ്റ്റൻസ് ഫോർമുലയിൽ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ? അതും ഇതിന്റെ തന്നെ ഒരു പാർട്ടാണ്. ഇത് ഇക്വിഡിസ്റ്റന്റ് എന്നുള്ള കോൺസെപ്റ്റ് വെച്ചിട്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, അവിടെ എക്സും വൈയും 2 കോർഡിനേറ്റും മിസ്സിംഗ് ആയിരിക്കും. 2 കോർഡിനേറ്റും മിസ്സിംഗ് ആകുമ്പോഴത്തേക്ക് യു ഗെറ്റ് എ ഇക്വേഷൻ ഇൻ
ടു വേരിയബിൾ. ആ വേരിയബിളിലുള്ള ഇക്വേഷനെയാണ് നമ്മൾ പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടു വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ അടുത്ത കണ്ടന്റിലേക്ക് പോവാം. വാട്ട് ഈസ് ദ നെക്സ്റ്റ് കണ്ടന്റ്? സെക്ഷൻ ഫോർമുല. എന്താണ് സെക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്? പറഞ്ഞേ. എന്താ സെക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ഒരു ലൈൻ സെഗ്മെന്റിനെ ഒരു പോയിന്റ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് ഏതെങ്കിലും ഒരു. വെരി ഗുഡ്. അതായത് എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെന്റ്, അതർ ദാൻ എ ആൻഡ് ബി വി ഹാവ് ഇൻഫൈനൈറ്റ്ലി മെനി പോയിന്റ്സ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ശരിയല്ലേ? എയും ബിയും ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എത്ര പോയിന്റ് ഉണ്ട്? എത്ര പോയിന്റ് ഉണ്ട്? Each of this point divide this in a ratio m1 is to m2 or l is to m or n is to m or whatever it is. Since we don't know that exact value, നമുക്ക് അവിടെ ഒരു വേരിയബിൾ കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു പോയിന്റ് എടുത്തു. ഈ പോയിന്റ് ഈ പർട്ടിക്കുലർ ലൈൻ സെഗ്മെന്റിനെ ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. കാരണം ഈ ലെങ്തും തമ്മിലുള്ള റേഷ്യോ എടുത്താൽ മതി. ദാറ്റ് ഈസ് ആക്ച്വലി ദ വാട്ട് ratio by which this point divides this line segment AB എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ച റേഷ്യോ m1 is to m2 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം it doesn't mean that this distance is m1 and this distance is m2. അങ്ങനെയാണോ അതിൻ്റെ അർത്ഥം? റേഷ്യോ അല്ല. Maybe there is a common factor between that m1 and m2. ചില സമയത്ത് അത് തന്നെ വരാം. ചിലപ്പോൾ ഈ ലെങ്ത് 2ഉം ഈ ലെങ്ത് 3ഉം യൂണിറ്റ് ആയിരുന്നുവെങ്കിൽ 2:3 എന്ന് നമ്മൾ എഴുതും. യെസ്, 2:3 itself is what m1 and m1 is equal to 2 and m2 is equal to 3. ബട്ട് നേരെ മറിച്ച് if the length is 4 and this length is 6, ഇത് 6 ആണെങ്കിൽ what is the ratio? അപ്പോൾ നമ്മളവിടെ m1/m2 എടുക്കുമ്പോൾ 4/6 എടുക്കും. Then since it is a ratio, we must express this in its simplest form. So cancel the common factor existing in this 4 and 6, so it become 2/3. So m1 is to m2 is equal to 2:3. അല്ലേ? m1 is to m2 is equal to 2:3. ശരിയല്ലേ? Yes sir. അപ്പോൾ ഇതാ നമുക്കറിയാം m1 is to m2 is equal to 2:3. അപ്പോൾ നമ്മളിവിടെ ഇതാണ് നമ്മുടെ ഈ റേഷ്യോയുടെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഫോർമുല ഉണ്ടായിരുന്നു. വാട്ട് ഈസ് ഇത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും കണ്ടുപിടിക്കുന്ന ഈ പോയിന്റിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വന്നത്, അല്ലേ? വിച്ച് ഈസ് ദറ്റ് പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ദിസ് ഇൻ ദ റേഷ്യോ m1 is to m2. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ ഇത് x1 y1 ആകട്ടെ, ഇത് x2 y2 ആകട്ടെ, അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എത്ര വേരിയബിൾ നോക്കുക? ഇതെല്ലാം വേരിയബിൾ ആണ്. x1 y1, x2 y2 അനദർ വേരിയബിൾ, xy വൺ വേരിയബിൾ, m1 m2 ഓൾ ആർ വേരിയബിൾ. അപ്പോൾ ഈ വേരിയബിളിൽ നമുക്ക് ഈ വാല്യൂ, അതായത് n പോയിന്റ്സ് ഓഫ് ദ ലൈൻ സെഗ്മെന്റും ഈ റേഷ്യോയുടെ വിലയും തന്നിട്ടുണ്ടെങ്കിൽ ഹൗ ഡു വി റെക്കഗ്നൈസ് ദ പോയിന്റ് എന്നുള്ളതാണ് ചോദ്യം. വരയ്ക്കുന്നത് കാണാൻ പറ്റുന്നില്ല, സ്റ്റക്കായി നിൽക്കുന്നു. ഞാൻ വരയ്ക്കുന്നതോ? ഇപ്പോഴും കിട്ടിയാടെ? ഇപ്പൊ വന്നോ? അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ n പോയിന്റ്സ് ഓഫ് ദിസ് ലൈൻ സെഗ്മെന്റും ഈ റേഷ്യോയും തന്നിട്ടുണ്ടെങ്കിൽ ഹൗ ഡു വി ഐഡന്റിഫൈ ദിസ് പോയിന്റ്? ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താ? ദിസ് ഇസ് ദ പോയിന്റ് വിച്ച് ഡിവൈഡ് ദിസ് ലൈൻ സെഗ്മെന്റ് എ ബി ഇൻ ദ റേഷ്യോ m1 is to m2. അപ്പൊ ഈ പോയിന്റ് എങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും? അതിനാണ് നമുക്ക് സെക്ഷൻ ഫോർമുല സഹായിക്കുന്നത്. എന്താണ്? ഈ പി എക്സ് വൈയിലെ എക്സിനെയും വൈയെയും കണ്ടെത്താനായിട്ട് അവിടെ എക്സും വൈയും കണ്ടെത്തണമെങ്കിൽ എന്തൊക്കെ തന്നിരിക്കണം? ദാറ്റ്സ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ.
two endpoints and ratio റേഷ്യോയും of the തന്നിരിക്കണം. ഈ ബൈ വിച്ച് റേഷ്യോ ദിസ് പോയിന്റ് ഡിവൈഡ് ദിസ് ലൈൻ സെഗ്മെന്റ് അതും തന്നിരിക്കണം. Then the endpoints of the line segment should also be given. Then only we can find the coordinates of that point. ആ പോയിന്റിന്റെ പ്രത്യേകത ആ പോയിന്റ് ആണ് ഈ ലൈൻ സെഗ്മെന്റിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ പോയിന്റിന്റെ കോർഡിനേറ്റ് ആയ എക്സ് കോർഡിനേറ്റ് കിട്ടണമെങ്കിൽ ഇറ്റ് ഈസ് m1 into x2. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിന്റെ പൊസിഷൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, മറ്റെടുത്ത് അങ്ങനെയല്ല. m1 into x2 പ്ലസ് m2 into x1. m2 into x1 divided by m1 plus m2. By this relation you get the value of x or the coordinate x. And how do we get the coordinate y? m1 y2 plus m2 y1 divided by m1 plus m2. ഇനി നമുക്ക് റേഷ്യോ എങ്ങനെ കണ്ടെത്താം? അപ്പോൾ ഈ റേഷ്യോ കണ്ടെത്താനായിട്ട് ഒരു രീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് വേണം? ദ കോർഡിനേറ്റ്സ് ഓഫ് ദീസ് ടു എൻ പോയിന്റ്സ്. പിന്നെ എന്ത് വേണം? കോർഡിനേറ്റ് ഓഫ് ദിസ് പോയിന്റ് ഓഫ് ഡിവിഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് റേഷ്യോ കണ്ടെത്താം. ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടെത്താൻ പറ്റുമായിരിക്കും. അതല്ലാതെ മറ്റെന്തെങ്കിലും വഴിയുണ്ടോ? നമ്മൾ ഒരു ഫോർമുല ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് m1 by m2? എന്താണ് m1 by m2? x minus x1 by x2 minus x. x2 minus x. ഇത് നമുക്ക് ഉപയോഗിക്കാം. ഇതിന്റെ പ്രത്യേകത എന്താ? ഇതുപോലെ മറ്റൊരു ഫോർമുലയുണ്ട്. m1 by m2 is equal to പറഞ്ഞേ. y minus y1 by minus y2 y1 minus y. അല്ലേ? ഈ രണ്ട് ഫോർമുലയുടെയും ഒരു പ്രത്യേകത എന്താണ്? ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ മതി. അതായത് either you require the x coordinates, not all these coordinates are required. അല്ലേ? എക്സും വൈയും രണ്ടും വേണമെന്നില്ല. നിങ്ങൾക്ക് ഈ 3 പോയിന്റിന്റെയും എക്സ് കോർഡിനേറ്റ്സ് മാത്രം കിട്ടിയാലും കണ്ടുപിടിക്കാം, വൈ കോർഡിനേറ്റ്സ് മാത്രം കിട്ടിയാലും കണ്ടുപിടിക്കാം. അത് വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം മറ്റിടത്ത് നമ്മൾ പറയാതെ വിട്ടൊരു കാര്യമുണ്ട്. ഈ ഇക്വിഡിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ പോയിന്റ്, ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള പോയിന്റ് ഉണ്ടല്ലോ, അത് ഇറ്റ് മേ ബി എ എക്സ് കോർഡിനേറ്റ് ആൾസോ. ഇത് എക്സ് കോർഡിനേറ്റിലും വൈ കോർഡിനേറ്റിലും ആണെങ്കിൽ എങ്ങനെയായിരിക്കും പോയിന്റ്സ്? പോയിന്റ് ഓൺ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് x0. x0. അത് ഓർമ്മ വേണം. So actually a point on x coordinate indirectly gives you the coordinate of y or ordinate. അല്ലേ? y coordinate തന്നിട്ടുണ്ടാവും point of x coordinate എന്ന് പറയുന്നത്. അപ്പോൾ what is the point on y coordinate? Point on 0y. 0y. അപ്പോൾ ഇവിടെ നമുക്ക് indirectly we have been given what? x coordinate. അപ്പോൾ ഇതൊരു ഫാക്റ്റ് ആണ്. അത് നമുക്ക് പല സ്ഥലത്തും ഉപയോഗിക്കപ്പെടാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെയും നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എക്സ് കോർഡിനേറ്റോ വൈ കോർഡിനേറ്റോ ആണെങ്കിൽ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം അൺനോൺ ആയിരിക്കുമെങ്കിലും മറ്റേ കോർഡിനേറ്റ് നമുക്ക് ട്രിവിയൽ ആയി തന്നിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, നെക്സ്റ്റ്. അടുത്തത് എന്താ? ഇതിന്റെ ആപ്ലിക്കേഷൻസ് പറഞ്ഞു. വാട്ട് ആർ ദി ആപ്ലിക്കേഷൻസ് ഓഫ് ദിസ്? എന്തൊക്കെയുണ്ട് ആപ്ലിക്കേഷൻസ്? റേഷ്യോ തന്നിട്ട് പോയിന്റ് കണ്ടുപിടിക്കും. റേഷ്യോ തന്നിട്ട് പോയിന്റ് കണ്ടുപിടിക്കാൻ. റേഷ്യോ ടു അല്ലേ? റേഷ്യോ ഈസ് ഗിവൺ. ഓക്കെ, എന്നിട്ട് ഫൈൻഡിങ് പോയിന്റ്സ്. ഓക്കെ, അടുത്ത സെക്കൻഡ് വൺ വേറെ എന്താ ഇതിന്റെ ഉപയോഗം? പോയിന്റ് തന്നിട്ട് റേഷ്യോ. ഓക്കെ, പോയിന്റ് തന്നിട്ട് പോയിന്റ്സ് ആർ ഗിവൺ അല്ലേ? ദെൻ ഫൈൻഡിങ് റേഷ്യോ. ദെൻ മിഡ് പോയിന്റ്. വെരി ഗുഡ്. മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ അല്ലേ?
midpoint of a line segment. Very important. എന്താണ് midpoint of a line segment? x1 plus x2 by 2. Very good. x1 plus x2 by 2. y1 plus y2 by 2. y2 by 2. Next. അടുത്തത് പോയിന്റ് ട്രൈസെക്ട് ചെയ്തേക്കുവാ ചോദിച്ചിട്ട് റേഷ്യോ തരാതെ പോയിന്റ് കണ്ടുപിടിക്കും. പോയിന്റ് ഓഫ് ട്രൈസെക്ഷൻ അല്ലേ? ട്രൈസെക്ഷൻ ചോദിക്കാം അല്ലേ? അതുപോലെ തന്നെ ഡിവൈഡിങ് ഇൻറ്റു 4 ഈക്വൽ പാർട്സ് അങ്ങനെ ചോദിക്കാം. ഓക്കെ, വെരി ഗുഡ്. വേറെ ഇതിനകത്ത് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. വേറെന്താ? സെൻട്രോയിഡ്. വെരി ഗുഡ്. സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ. ഓക്കെ, സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ എന്താ? x1 plus x2 plus x3 by 3. വെരി ഗുഡ്. x3 by 3. y1 plus y2 plus y3 by 3. ഓക്കെ, വെരി ഗുഡ്. ഇനി എന്താ പഠിപ്പിച്ചേ? രണ്ട് പോയിന്റിനെ എക്സ് ആക്സിസ് ഡിവൈഡ് ചെയ്തേക്കാണ് റേഷ്യോ കണ്ടുപിടി. രണ്ട് പോയിന്റിനെയോ? രണ്ട് പോയിന്റിനെയോ? മനസ്സിലായില്ല. രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സിനെ എക്സ് ആക്സിസ് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ആ എക്സ് റേഷ്യോ എത്രയാണ്? അതായത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ് അല്ല, the line segment connecting to distinct point is divided by x axis. അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത് അല്ലേ? യെസ് സർ. ഇത് x axis ആണെന്ന് വിചാരിച്ചോ. ഇവിടെ നമുക്ക് ഒരു ലൈൻ സെഗ്മെന്റ് നമ്മൾ ഇങ്ങനെ വരച്ചു. ദാറ്റ് ലൈൻ സെഗ്മെന്റ് വാസ് ഡിവൈഡഡ് ബൈ ദിസ് x axis. അങ്ങനെയാണെങ്കിൽ the end points of the line segment തന്നിട്ടുണ്ടെന്ന് വെച്ചു. x1 y1 ഉം x2 y2 ഉം തന്നിട്ടുണ്ട്. And then find the ratio at which this line segment is divided by this point P. അതായിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ? അങ്ങനല്ലേ? ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്താ ഇത് x0 ആണെന്ന് അറിയാം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം x1 ഈസ് ഗിവൺ, y1 ഈസ് ഗിവൺ, x2 ഈസ് ഗിവൺ, y2 ഈസ് ഗിവൺ. അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ്. ഇപ്പൊ സം 2 3 ഇവിടെ -2 ഇല്ല 2 സം 3 -4 ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ 3 -4നെയും 2 3 എന്ന് പറയുന്ന പോയിന്റ് x0 എന്ന് പറയുന്ന ഈ പോയിന്റ് ഡിവൈഡ് ചെയ്തെങ്കിൽ what is the coordinate of this point എന്ന് ചോദിച്ചു. and obviously the ratio also is asked. അതല്ലേ ക്വസ്റ്റ്യൻ? എങ്ങനെ ചെയ്യും? 0 minus 3. we have first we find what the ratio അല്ലേ? ratio എന്താണ്? m1 by m2 is equal to x minus x1. അതാണോ എടുക്കുക? ഏതായിരിക്കും? y minus y1. because only the y coordinates were given clearly. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തെടുക്കും? y minus y1 by y2 minus y. y minus y1 by y2 minus y. y minus y1 by y2 minus y. അപ്പോൾ എങ്ങനെ എടുക്കും? 0 minus 3. യെസ്. അല്ല, അതറിയാം. അപ്പൊ നമുക്ക് m1 by m2 കിട്ടും. ആ m1 by m2 യൂസ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കാം? x കണ്ടുപിടിക്കാം. അല്ലാതെയും കണ്ടുപിടിക്കാം. എങ്ങനെ? m1 by m2 is equal to x minus x1 by x2 minus x അല്ലേ? ഇത് x1 x2 തന്നിട്ടില്ലേ? x മാത്രം തന്നിട്ടില്ല. m1 m2 കിട്ടുമല്ലോ ഇതിൽ നിന്ന്. സോ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ടു ഗെറ്റ് വാട്ട്? അങ്ങനെ ചെയ്തൂടെ? ഇതിൽ അൺനോൺ എക്സ് മാത്രമല്ലേ വരുള്ളൂ അല്ലേ? നമ്മുടെ ഇഷ്ടം. ഓക്കെ, ഇതാണ് അത് ഒരു ക്വസ്റ്റ്യൻ. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ, ഇതിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു.
എന്തായിരുന്നു? പാരലോഗ്രാമിന്റെ മിഡ് പോയിന്റ്. അല്ല, ഇതിൽ ഒരെണ്ണം പറഞ്ഞിട്ട് പോവാം. ഇതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എക്സ് ആക്സിസിലോ y ആക്സിസിലോ ഇന്റർസെക്ട് ചെയ്യപ്പെടുന്ന ഒരു ലൈനിന്റെ ഇക്വേഷൻ തരും. ഓർമ്മയുണ്ടോ? സം 2x പ്ലസ് y മൈനസ് 2 ഈക്വൽ ടു 0. ഈ ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളടുത്ത് എന്ത് ചോദിക്കുന്നുണ്ട്? എന്താ ചോദിക്കുന്നത്? ഇക്വേഷൻ ഓഫ് ദിസ് ലൈൻ ഈസ് ഗിവൺ. പിന്നെ എന്താ തന്നിരിക്കുക? 2 എൻ പോയിന്റ്സ്. അല്ല, എൻ പോയിന്റ്സ് തരില്ല, പകരം ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇക്വേഷൻ ഓഫ് ദിസ് ലൈൻ ഈസ് ഗിവൺ. പിന്നെ ഏതാ തരിക? ആ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? ഇത് ഈ റേഷ്യോ ബൈ വിച്ച് ദിസ് പോയിന്റ് ഡിവൈഡ്സ് ദിസ് ലൈൻ സെഗ്മെന്റ് അത് തന്നിട്ടുണ്ടാവും അല്ലേ? m1/m2 തന്നിട്ടുണ്ടാവും. പിന്നെ എന്താ തരിക? ഇതിന്റെ എൻ പോയിന്റ്സ് തരുമോ? അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യലേ ചെയ്യാൻ. റേഷ്യോ λ/1 എടുത്തു. പകരം പിന്നെ ഏതാ തരുന്ന? ഈ കോർഡിനേറ്റ്സ് തരും അല്ലേ? എൻ പോയിന്റ്സ് വന്നിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്ന പോയിന്റ് കണ്ടു. യെസ്, x2 y2. യെസ് അങ്ങനെയാണ്. നമ്മൾ വിൽ ടേക്ക് ദ റേഷ്യോ ആസ് λ/1 അല്ലേ? അങ്ങനെയല്ലേ? അത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെ λ/1 എന്ന് നമ്മൾ അറിഞ്ഞൂടാത്ത റേഷ്യോ എടുത്തിട്ട് വിൽ ഫൈൻഡ് λ/1 യൂസിങ് സെക്ഷൻ ഫോർമുല അല്ലേ? സെക്ഷൻ ഫോർമുലയിൽ നമുക്ക് വേണ്ടത് ഈ x1 y1 x2 y2 ആണ്. പിന്നെ റേഷ്യോയും കൂടെ വേണം. ആ റേഷ്യോ ഇറ്റ് ഈസ് സിൻസ് അൺനോൺ ടു അസ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പോയിന്റ് കണ്ടുപിടിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ പോയിന്റ് സൊല്യൂഷൻ? വെരി ഗുഡ്. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ പോയിന്റിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് എ കോമൺ പോയിന്റ് ടു ബോത്ത് ദിസ് എക്സ് ആക്സിസ് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എൻ എക്സ് ആക്സിസ് ഇറ്റ് ഈസ് എക്സ് ആക്സിസ് അല്ലേ? എക്സ് ആക്സിസിലാണെങ്കിൽ ഇത് എന്തായി മാറും? സം x0. എക്സ് ആക്സിസിലുള്ളത് തരില്ല, പകരം എക്സ് ആക്സിസിലാണെങ്കിൽ അല്ലാതെ നമുക്കിപ്പോൾ ചെയ്തതുപോലെ ചെയ്യാൻ പറ്റില്ലേ? ഇവിടെ ഇത് കിട്ടുമല്ലോ, കോർഡിനേറ്റ്സ് കിട്ടും. അപ്പം ഈ ഈക്വേഷൻ വാലിഡ് ആവില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ മറ്റൊരു ലൈനിൽ ഇന്റർസെക്ട് ചെയ്യപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ല, ഞാൻ പറയണ പോലെ അല്ല. അതായത് ഒരു ലൈൻ സെഗ്മെന്റ് തന്നിട്ടുണ്ടാവും. അതിന്റെ എൻ പോയിന്റ്സ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് സം 2 3 ആൻഡ് 4 -1 അങ്ങനെയാണെന്ന് വിചാരിച്ചു. ആൻഡ് ലൈൻ ഇന്റർസെക്ട്സ് ദിസ് ലൈൻ സെഗ്മെന്റ്. The equation of the line is given some 2x plus y minus 3 equal to 0. അല്ലേ? ഇങ്ങനെയല്ലേ? Then find the point. ഈ പോയിന്റും കണ്ടുപിടിക്കാൻ ചോദിക്കും, റേഷ്യോയും കണ്ടുപിടിക്കാൻ ചോദിക്കും. അങ്ങനെയല്ലേ? ഇതല്ലേ ക്വസ്റ്റ്യൻ ശരിക്കും? ഞാൻ നേരത്തെ എടുത്തതല്ല അതിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുക? നമുക്കറിയാം, ഞാനിപ്പോൾ പറഞ്ഞ പോലെ എന്താ, we take this ratio as what? λ/1. This line segment is divided by this line, the ratio λ/1. അങ്ങനെയാണെങ്കിൽ we find the coordinates of this point p x y using λ/1. So you get some values for x and y in terms of lambda. ആ ലാംഡ എടുത്ത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലാംഡയുടെ വില കിട്ടും. ലാംഡയുടെ വില കിട്ടിക്കഴിഞ്ഞാൽ we get the ratio. Once we get the ratio we can find the point 2 അല്ലേ? കണ്ടുപിടിച്ചൂടെ? അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്ത ടൈപ്പിലേക്ക് വാ. അടുത്ത ടൈപ്പിലോട്ട് വാ. എന്താണ്? പറഞ്ഞോ, നേരത്തെ പറഞ്ഞല്ലോ. പാരലോഗ്രാമിന്റെ മിഡ് പോയിന്റ്. യെസ്, വെരി ഗുഡ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സാധാരണഗതിയിൽ ഈ ആപ്ലിക്കേഷൻ പലപ്പോഴും വേറെ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കും അല്ലേ? ദ മിഡ് പോയിന്റ്സ് ഓഫ് ദ പാരലോഗ്രാം എന്ന് പറയുന്നത് എന്താ? ബൈസെക്ട് ഈച്ച് അതർ അല്ലേ? അപ്പോൾ ഇത് നമ്മൾ പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഈ പ്രോബ്ലത്തിൽ. ABCDയിൽ അവരെന്ത് ചെയ്യും? ദ കോർഡിനേറ്റ്സ് ഓഫ് ദ തേർഡ് അല്ല ഫോർത്ത് വെർട്ടെക്സ് ചിലപ്പോൾ തന്നേക്കില്ല, എന്നിട്ട് നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ അവിടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്ന രീതി വെച്ചിട്ട് നമുക്കറിയാം AC-യുടെ മിഡ് പോയിന്റ് തന്നെയായിരിക്കും BD-യുടെ മിഡ് പോയിന്റും. അതുകൊണ്ട് നമ്മൾ ഈ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട്
നമുക്ക് എന്തായാം ആദ്യം AC ഉപയോഗിച്ച് പോയിന്റ് കണ്ടുപിടിക്കാം. അപ്പോൾ അവിടെ D എന്ന് പറയുന്നതിന് XY എന്ന അൺനോൺ കൊടുത്തിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയല്ലേ ചെയ്തേ? അങ്ങനെയല്ലേ? ആ. അപ്പോൾ അവിടെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ എന്നുള്ള കോൺസെപ്റ്റ് യൂസ് ചെയ്യാതെ മിഡ് പോയിന്റ് രണ്ടിനും കോമൺ ആണ് എന്നുള്ള വസ്തുത മനസ്സിലാക്കി നമ്മൾ ചെയ്യണം. അതായത് സിൻസ് വി നോ ദ ഡയഗണൽസ് ഓഫ് എ പാരലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ. അപ്പോൾ അത് അപ്ലൈ ചെയ്തു. ഓക്കെ. അപ്പോൾ ഫൈൻഡ് ദ ഫോർത്ത് വെർട്ടെക്സ് അങ്ങനെ ചോദിക്കാം. അതല്ലെങ്കിൽ എയും ബിയും സിയും ഡിയിൽ ഏതെങ്കിലും ഒരിടത്ത് ഒരു കോർഡിനേറ്റും മറ്റിടത്ത് മറ്റൊരു കോർഡിനേറ്റും മിസ്സിംഗ് ആക്കിയിട്ട് ചോദിക്കാം. ഓക്കെ. ഇനി വേറെ അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ ഏതായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്? സർക്കിളിനകത്ത് സെന്റർ കണ്ടുപിടിക്കാനോ? സെന്റർ കണ്ടുപിടിക്കും. സെന്റർ എന്നിട്ട് സർക്കിളിലുള്ള പോയിന്റ് കണ്ടുപിടിക്കും. അങ്ങനെ ചോദിക്കാം. യെസ്, സെന്റർ ഓഫ് എ സർക്കിൾ അല്ലെ, അതിന്റെ മെയിൻ അത് തന്നെ. അപ്പോൾ സെന്റർ ഓഫ് എ സർക്കിൾ ആണെങ്കിൽ നമുക്ക് അറിയാം സർക്കിളിന്റെ സെന്റർ കണ്ടുപിടിക്കാൻ ഡയമീറ്റർ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡയമീറ്റർ വരച്ചു കഴിഞ്ഞാൽ ഈ ഡയമീറ്റർ ഈസ് ആക്ച്വലി പാസിംഗ് ത്രൂ ദ സെന്റർ. സോ ഇറ്റ് ഈസ് ആക്ച്വലി ദ മിഡ് പോയിന്റ് ഓഫ് ദ ഡയമീറ്റർ. ആ ഡയമീറ്ററിന്റെ മിഡ് പോയിന്റ് ആണ്. ആ കോൺസെപ്റ്റ് വെച്ച് സെന്റർ കണ്ടുപിടിക്കുക. ഒപ്പം തന്നെ ഇതിലുള്ള ഒരു പോയിന്റും വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇഫ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ ഈസ് നോൺ ടു us, then we can find the endpoints of the diameter, any of the endpoint of the diameter. Okay. Any other? ഇനി ഉണ്ടല്ലോ. പിന്നെ ഏതാ മോഡൽ പഠിപ്പിച്ചേ? പിന്നെ ഏത് മോഡലാടാ പഠിപ്പിച്ചേ? പറയ ഇല്ലേ? മോഡലില്ലേ? ആലോചിച്ച് നോക്കൂ. ഇനി ഉണ്ടല്ലോ. അതായത് ലെങ്ത് ഓഫ് ദ മീഡിയൻ കണ്ടുപിടിക്കാൻ ഓർമ്മയുണ്ടോ? ലെങ്ത് ഓഫ് ദ മീഡിയൻ ചോദിച്ചിട്ടില്ലേ? കാരണം എന്താ? ട്രയാങ്കിളിന്റെ വെർട്ടീസസ് അറിയാമെങ്കിൽ നമുക്ക് മീഡിയന്റെ ലെങ്ത് കണ്ടുപിടിക്കാം. എന്താ കാര്യം? എ എന്ന് പറയുന്ന വെർട്ടീസസിൽ നിന്നും ഇതിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്നതാണല്ലോ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് വെർട്ടെക്സിൽ നിന്നുള്ള മീഡിയൻ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. കാരണം യു റിക്വയർ ഓൺലി ദ വെർട്ടീസസ് ഓഫ് ദ ട്രയാങ്കിൾ. ഇനി മറ്റേ സെൻട്രോയിഡിന്റെ കേസിലാണെങ്കിൽ സെൻട്രോയിഡ് തന്നിട്ട് മറ്റ് വെർട്ടീസസ് കണ്ടുപിടിക്കാനും ചോദിക്കാം. അതുപോലെ തന്നെ മറ്റ് വെർട്ടീസസ് മൂന്നും തന്നിട്ട് എന്തും ചോദിക്കാം, സെൻട്രോയിഡ് കണ്ടുപിടിക്കാനും ചോദിക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ബി സിയുടെ മിഡ് പോയിന്റ് ആണ്. ഇറ്റ് ഈസ് മിഡ് പോയിന്റ് ഓഫ് ബി സി. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. വേറെ പറഞ്ഞോ. വേറെ എന്തുണ്ട്? വേറെ ഏത് ക്വസ്റ്റ്യൻ ഉണ്ടോ? ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ടല്ലോ. അതായത് നമ്മൾ സാധാരണ തെറ്റിക്കുന്ന ഒരെണ്ണമാണ്. ഇവർ തന്നിരിക്കുന്ന റേഷ്യോ ചിലപ്പോൾ ഇതായിരിക്കും. ഒരു ലൈൻ സെഗ്മെന്റ് ഇങ്ങനെ എടുത്തിട്ട് എ ബി സി, നമുക്കറിയാം സി ആക്ച്വലി ഡിവൈഡ് ദിസ് ലൈൻ സെഗ്മെന്റ് ഇൻ ദ റേഷ്യോ സം m1:m2 ആൻഡ് സച്ച് ടൈപ്പ് ഓഫ് റേഷ്യോസ് ആർ ഡിസ്കസ്ഡ് ഇൻ ദിസ് കേസ്. അതായത് ഇന്റേണൽ ഡിവിഷൻ എന്ന് പറയുന്നത്. ദിസ് പോയിന്റ് ഡിവൈഡ് ദിസ് ലൈൻ സെഗ്മെന്റ് ഇന്റേണലി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ചില സമയത്ത് അവർ തരുന്ന റേഷ്യോ ഇതായിരിക്കില്ല. ലൈക്ക്
ഇപ്പം AC by AB may be given. ഓർ അതെങ്ങനെ മനസ്സിലാകുക? അവരവിടെ തരിക എങ്ങനെയായിരിക്കും? ക്വസ്റ്റ്യനിൽ തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം AB is equal to 3 times AC. ഇതായിരിക്കും കണ്ടീഷൻ തരിക. സോ നമ്മൾ സാധാരണ ഉടനെ തന്നെ നമ്മൾ എടുക്കുക AB by AC is equal to 3/1. സോ ഇറ്റ് ഈസ് 3:1 എന്നൊക്കെ പറഞ്ഞ് അങ്ങ് എടുക്കും. പക്ഷെ അത് തെറ്റാണ്. എന്താ കാര്യം? ആ 3:1 റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഡിവൈഡ് ഇന്റേണലി. ദിസ് ഫോർമുല ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ ദ ഇന്റേണൽ ഡിവിഷൻ. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ആ ഇന്റേണൽ റേഷ്യോ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ ഇന്റേണൽ റേഷ്യോ ഹിയർ? ഈ പോയിന്റ് സി എങ്ങനെ ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഇന്റേണൽ റേഷ്യോ നമ്മൾ ഇവിടെ അറിയണം. എങ്ങനെ അറിയാം? AC by BC. AC by BC കണ്ടുപിടിക്കേണ്ടി വരും. AC by BC കണ്ടുപിടിക്കും. അപ്പൊ ഇവിടെ നോക്കിയേ, ഇത് 3AC ആണ്. 3 പ്രാവശ്യം AC-യുടെ 3 പ്രാവശ്യം ആണിത്. മനസ്സിലായില്ലേ? 3 times of AC ആവുമ്പോഴത്തേക്ക് AB ആയി. ഇത് നമുക്കറിയാം. അപ്പൊ അതെങ്ങനെ കിട്ടും? AC by BC. AC 1 ആവുമ്പം BC 2 ആയിരിക്കും. AC 1 ആയിരിക്കുമ്പോ BC 2 ആയിരിക്കും, കാരണം AB 3 ആയിരുന്നു. Relationship between AB and AC were provided as what? AB is equal to 3 times AC. ഈ ലെങ്ത് എന്ന് പറയുന്നത് 3 times AC ആണ് BC എന്ന് പറയുന്നത്. നമ്മുടെ ആ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? 3 times എന്ന് എഴുതിയ തെറ്റിപ്പോവും. ഓക്കെ, ഇറ്റ് മസ്റ്റ് ബി ഗിവൺ അസ്. കാരണം എത്ര പാർട്ടിലാണെന്ന് അറിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ലൈക്ക് 3/5. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യനിലുള്ള ഒരു എറർ എന്താണെന്ന് പറയാമോ? 3 times AC എന്ന് ഞാൻ പറഞ്ഞു. 3 times AC എന്ന് പറയുമ്പോഴത്തേക്ക് വാട്ട് അബൌട്ട് BC എത്ര പോർഷൻ ആണെന്ന് ഇതിൽ അറിയാൻ പറ്റുമോ? 3 times AC നിന്ന് 1 time AC കുറയ്ക്കുമ്പോ BC കിട്ടത്തില്ല. അത് പറയാൻ പറ്റുമോ നമുക്ക്? 1 time ആണ് BC. AB-യിൽ നിന്ന് AC കുറയ്ക്കുമ്പോ BC കിട്ടത്തില്ല. AB എന്ന് പറയുമ്പോ 3AC. അത് AC കുറയ്ക്കുമ്പോ AB എന്ന് പറയുന്നത് 3AC ആണ്. യെസ്, AB equal to 3 times AC. അതിലിന്ന് AC 1 time AC ഓക്കെ, വാട്ട് യു സെഡ് ഇസ് ട്രൂ. AB എന്ന് പറയുന്നത് 3 times AC ആണ്. അപ്പോൾ AC ഇതിൽ ഒരു പ്രാവശ്യവും, പിന്നെ ഇവിടെ BC എന്ന് പറയുന്നത് എത്ര പ്രാവശ്യമാണെന്ന് നോക്കിയാൽ മതി അല്ലേ? അതല്ലേ ഉദ്ദേശിച്ചേ? Am I right? Yes, sir. അതായത് AB ഈസ് 3 times AC എന്ന് പറയുമ്പോൾ BC എത്ര പ്രാവശ്യമാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ BC എത്ര പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിൻസ് AC ഹാസ് ടേക്കൺ ഹിയർ വൺസ്, സോ ഹൗ മെനി മോർ AC ആർ ഹിയർ ഇൻ ദിസ് AB എന്നുള്ള ക്വസ്റ്റ്യൻ വരും. എത്ര AC-യും കൂടെ ഉണ്ട് ഇതിനകത്ത്, ഈ AB-ക്കകത്ത്? 3 AC ചേരുന്നതാണ് ഈ AB. സോ ഇഫ് യു ഡിവൈഡ് ദിസ് AB ഇൻറ്റു 3 ഈക്വൽ പാർട്ട്, 3 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു പാർട്ടാണ് AC എന്നാ പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ്? സോ ഹൗ മെനി മോർ പാർട്സ് ആർ ഹിയർ ടു കംപ്ലീറ്റ് ദ ലെങ്ത് ഓഫ് AB? 2 more parts. അപ്പം ഈ BC എന്ന് പറയുന്നത് ഇതിന്റെ എത്ര പാർട്ടായിരിക്കും? 2 പാർട്ടായിരിക്കും അല്ലേ? അപ്പോൾ വാട്ട് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ AC ആൻഡ് BC? എത്രയായിരിക്കും? 1:2 ആയിരിക്കും. 1:2. അപ്പോൾ ശരിക്കും ഈ ഇന്റേണൽ ഡിവിഷൻ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. വൺസ് യു ഫൈൻഡ് ദ ഇന്റേണൽ ഡിവിഷൻ, ദെൻ യു ക്യാൻ ഗോ ഫോർ അപ്ലൈയിങ് ദ ഫോർമുല x is equal to m1x2 plus m2x1 divided by m1 plus m2. ആ ഫോർമുലയെ അപ്ലൈ ചെയ്യാം. y is equal to m1y2 plus m2y1 divided by m1 plus m2. ഇതും അപ്ലൈ ചെയ്യാം. ശരിയല്ലേ? ഇത് രണ്ടും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ provided this formula is actually derived for what? Internal division. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. But actually what
What is this relation here given is not an internal division. അപ്പം നമുക്ക് ഇന്റേണൽ ഡിവിഷനിലേക്ക് ഇതിനെ എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ഫോമുല അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പോയിന്റ് സി ക്യാൻ ബി ഡിറ്റർമിൻഡ്. ഇത് അല്ലാതെ അവർ ചോദിക്കാറുണ്ട് എ ബി ഈസ് ഈക്വൽ ടു സം വാട്ട്, എന്താണ്, സം 3/5 ഓഫ് എ സി, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. 3/5 ഓഫ് എ സി. അപ്പം എ ബി ഈസ് ഈക്വൽ ടു 3/5 ഓഫ് എ സി എന്നുള്ളത് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? എ ബി ഈസ് ഈക്വൽ ടു 3/5 ഓഫ് എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം 5 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു പാർട്ടാണ്, അല്ല 3 പാർട്ട് എ സി എടുത്തു, ബാക്കി എത്ര പാർട്ടുണ്ട്? ഈ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് റേഷ്യോ? ഇതിന്റെ അർത്ഥം എന്താ? നമ്മൾ എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെന്റ്, അതിന് ഈക്വൽ ടു 3/5 ഓഫ് എ ബി എന്നല്ലേ? തിരിഞ്ഞു. ഞാൻ ഈ ഫിഗറിനെ വെച്ചിട്ടാണ് പറയണമെങ്കിൽ അങ്ങനെയാണ്, ഞാൻ വെറുതെ എഴുതി എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഈ ഫിഗറിനെ വെച്ച് പറയാം, മനസ്സിലായില്ലേ? ഇതാകുമ്പം ഇത് എ ബിയുടെ അകത്താണ് സി വരുന്നത്. ഞാൻ ഫിഗർ ശ്രദ്ധിച്ചില്ല, ഇവിടെ എഴുതാം. എ സി ഈസ് ഈക്വൽ ടു 3/5 ഓഫ് എ ബി. എ ബി എന്ന് പറയുന്നതിൻ്റെ 3/5 ആണ് എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വി ഹാവ് എ ലൈൻ സെഗ്മെന്റ് എ ബി ആൻഡ് എ പോയിന്റ് സി ഇൻ ബിറ്റ്വീൻ ഈസ് ദെയർ. At that point actually takes 3 parts of AB. So how many more parts remaining in this to complete the AB എന്നുള്ള ക്വസ്റ്റ്യൻ വരും. യെസ് ഓർ നോ? അപ്പം നമുക്ക് എന്ത് കിട്ടും? ബി സി കിട്ടും, അല്ലേ? ഈ ഫിഗറിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുന്നതിനകത്തുള്ള ഒരു പോയിന്റാണ് സി. ആ എ സി എന്ന് പറയുന്നത് ഇതിൻ്റെ 3/5 ഓഫ് എ ബി ആണ്. എ ബിയുടെ 3 പാർട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. 5 പാർട്ടായി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ 3 പാർട്ടിന്റെ ലെങ്തിന് തുല്യമാണ് എ സി. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര പാർട്ടുണ്ട്? ബാക്കി എത്ര പാർട്ടുണ്ട്? 2 പാർട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എ സി ബൈ ബി സി അറിയാം. ബിക്കോസ് എ സി ബൈ ബി സി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. എത്ര? ദാറ്റ് ഈസ് M1/M2 എന്നുള്ള ഇന്റേണൽ റേഷ്യോ നമുക്ക് കിട്ടണമെങ്കിൽ എ സി ബൈ ബി സി, ബിക്കോസ് ഈ ഈസ് ദാറ്റ് പോയിന്റ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പൊ ഇവിടെ എത്ര വരും? 3/2. കറക്റ്റ്. 3 പാർട്ട് എ സിക്കും 2 പാർട്ട് ബി സിക്കും. When we divide it into 5 equal parts, 3 parts corresponds to AC and 2 parts corresponds to BC എന്നാണ് ഇതിന്റെ മീനിങ്. Is that clear? Yes, sir. അപ്പോൾ ഇന്റേണൽ ഡിവിഷനിലുള്ള ഇത്തരം ക്വസ്റ്റ്യൻസും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും. കാരണം പലപ്പോഴും അവർ ഡയറക്റ്റ് ചോദിക്കുക ഇന്റേണൽ ഡിവിഷൻ ആയിരിക്കില്ല തരിക. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ഇന്റേണൽ ഡിവിഷൻ ഏതാണെന്ന്. ഓക്കെ. പിന്നെ ഇതിൽ വേറെ ഏത് ക്വസ്റ്റ്യനാണ് ഉള്ളത്? വേറെ ഉണ്ടോ? വേറെ ഉണ്ടോടെ? വേറെ ഉണ്ടോ? വേറെ ഉണ്ടോ? പിന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ അതിൽ ചോദിക്കില്ല. ഇല്ല, അത് നിങ്ങൾക്ക് ഡിലീറ്റ് ടോപ്പിക് അല്ലേ? നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്തേക്ക്. ഡിലീറ്റഡ് ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഞാൻ പറഞ്ഞായിരുന്നു. ആരാ എന്നോട് അപ്പോഴും ചോദിച്ചപ്പോഴത്തേക്ക് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ബട്ട് അത് നിങ്ങളുടെ ടോപ്പിക്കിലില്ല.
ഞാൻ നിങ്ങളുടെ എക്സാം ഇന്ന് എത്ര മണിക്ക് നടത്താം? ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് ഇട്ടേക്കാം, 6-7 മണിക്കകത്ത്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ 7 മണിക്ക് വരും കേട്ടോ, 7 o'clock. ഓക്കെ, ഒരു മീറ്റിംഗ് ഉണ്ട് വൈകിട്ട്, അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഷെഡ്യൂൾ ചെയ്തേക്കാം. സാറേ 7 മണിക്കില്ലേ? 7 മണിക്കില്ലേ ആ, സാർ? 7 മണിക്ക് ഇട്ടേക്കാം. കരിക്കുലം കോർഡിനേറ്റ് ജോമെട്രിയിൽ ഇതാണ്ട ഇതേ ഉള്ളൂ. റിവ്യൂ കോൺസെപ്റ്റ്സ് ഓഫ് ജോമെട്രി, ഗ്രാഫ്, ഇക്വേഷൻസ്, ഡിസ്റ്റൻസ് ഫോർമുല, സെക്ഷൻ ഫോർമുല, ഇന്റർണൽ ഡിവിഷൻ, അത്രേ ഉള്ളൂ.